കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്കറിയാം. യേശു ജീവൻ്റെ അപ്പമാണ്, നിത്യജീവൻ്റെ അച്ചാരമാണ്. നിത്യജീവനിൽ അതിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ അവൻ്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് 2 വായനകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, വിശുദ്ധ കുർബാന ശരിക്കും അർപ്പിക്കുന്നവരിൽ അവരിൽ നിന്നൊഴുകേണ്ട 4 പ്രധാനപ്പെട്ട ശാഖകൾ, അരുവികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കുർബാന കാണുന്നവരിൽ നിന്നല്ല, കുർബാന അർപ്പിക്കുന്നവരിൽ നിന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു ആചാരമായിട്ട് കുർബാന കണ്ടു പോകാം, വേണമെങ്കിൽ നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചവരായിട്ട് മാറാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പഴയൊരു പാട്ടാണ് യേശുവിനെ കാണണം എന്നാരംഭിക്കുന്ന പാട്ട്. ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ബലിയർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ഒന്ന്, യേശുവിനെ കാണണം. ബലി അർപ്പിക്കുന്നവർ ആ ബലിയിൽ യേശുവിനെ കാണണം. കുർബാന അർപ്പിക്കുന്ന അച്ഛനെ കണ്ടുപോയാൽ പോരാ, കുർബാനയ്ക്ക് അവിടെ വന്ന ആൾക്കാരെ കണ്ടുപോയാൽ പോരാ, യേശുവിനെ കാണണം. രണ്ടാമത്തെ കാര്യം, യേശുവിനെ കേൾക്കണം. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റും. ഇനി അതിന് നമുക്ക് ഏകാഗ്രത ആവശ്യമാണ്. നമ്മൾ കാണുന്നുണ്ട് ജെറമിയായുടെ പുസ്തകം 29:13 വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ. അതാണ് ഏകാഗ്രത. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നീ കണ്ടെത്തും. മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സ് മാറ്റി ദൈവത്തിൽ ഏകാഗ്രത കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് കേൾക്കാൻ പറ്റും. ഹൃദയാന്തർഭാഗത്ത് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് വചനം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ആസ്വദിക്കും. വിശുദ്ധ കുർബാന ആസ്വദിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണപദാർത്ഥം ആസ്വദിക്കുന്നതിനേക്കാൾ വിശുദ്ധ കുർബാനയ്ക്കായിരിക്കും നമ്മൾ വില കൽപ്പിക്കുക. നിങ്ങൾ കരിസ്വാൻ്റെ ഫ്രണ്ടിലെ ചാപ്പൽ അതിൻ്റെ മുമ്പിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് വർഷങ്ങളോളം ജീവിച്ച വ്യക്തികൾ. മാർത്തേ റോബിൻ 14 വർഷം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുള്ളൂ. ഇനി മാർത്തേ റോബിൻ 51 വർഷമാണ്. 51 വർഷം ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർബാനയിൽ മാത്രം ശരണപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസുകാരി മാർത്തേ റോബിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിരവധി ആളുകളുടെ അവർ വർഷങ്ങളോളം വിശുദ്ധ കുർബാനയിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച വ്യക്തികൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യായ്ക്ക് ഇറച്ചി മീനും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഭക്ഷണങ്ങൾ
നിങ്ങൾ ഏറ്റവും രുചികരമെന്ന് കാണാവുന്ന കാര്യങ്ങൾ ഒന്നുമല്ല അവരാസ്വദിച്ചത്. സാധാരണ കുർബാന സ്വീകരിക്കുന്ന സമയമാകുമ്പം കുർബാന സ്വീകരണം നടക്കാതെ വന്നാൽ അവർ ഈ വെള്ളത്തിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ശ്വാസം മുട്ടി മരിക്കാൻ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് പോലെയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യായിക്ക്. ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നത് പോലെ. അപ്പം അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ വിഭവം വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ആത്മീയ ഭോജ്യമായിട്ട്, നമ്മുടെ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത് വിശുദ്ധ കുർബാന. അതിരാവിലെ ഒരു കുർബാനയിൽ പങ്കെടുത്ത് അതിരാവിലെ അല്പസമയം വചനം കേട്ട് അത് ഭക്ഷണമാക്കി മാറ്റുന്നവർക്ക് ആ ദിവസം മുഴുവൻ അതിൻ്റേതായിട്ടുള്ള ശക്തിയും കൃപയും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്, സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അതിരാവിലെ ഒരു ബലിയർപ്പണത്തിനായിട്ട് നമ്മൾ അണയുന്നത്. അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ സമയത്ത് കിടന്നുറങ്ങിയാൽ കിട്ടാത്തൊരു കാര്യം, ആ സമയത്ത് നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തതായ ഒരനുഭവം കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരിക. ഈ 3 കാര്യങ്ങളോട് ചേർത്ത് പിടിക്കേണ്ട 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടത്. ഫിലിപ്പോസിന് ദൈവദൂതൻ്റെ ഒരു ദർശനം ഉണ്ടായി, സന്ദേശം കിട്ടി. ദൈവമക്കളെല്ലാവരും ദൈവത്തിൻ്റെ സ്വരം കേട്ട് ജീവിക്കേണ്ടവരാണ്. ദൈവം നൽകുന്ന നിർദ്ദേശം പാലിച്ച് ജീവിക്കേണ്ടവരാണ്. ഇനി ഫിലിപ്പോസിനോട് ദൈവദൂതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ നേരെ ഇന്ന സ്ഥലത്തേക്ക് പോവുക, വഴിയിലേക്ക് കയറി നിൽക്കുക. ഇത് കഴിയുമ്പം അവിടെ രഥത്തിൽ ഒരാളിരുന്ന് വരുന്നത് നീ കാണും. ഈ മനുഷ്യൻ ഓടി അവിടെ ചെന്ന് അവിടെ നിന്നപ്പോഴത്തേക്കും രഥം വരുന്നുണ്ട്. എത്യോപ്യക്കാരൻ ഷണ്ടൻ അവന് ജെറൂസലേമിൽ പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരുന്ന വഴിയാണ്. നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ധ്യാനം കൂടാൻ വരുന്നവരോട് ഒരു ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ യാത്ര പോയ ഷണ്ടൻ യാത്രയിൽ അവൻ നടത്തിയത്. ഇപ്പം എല്ലാവർക്കും സെൽഫോൺ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് കേട്ടോണ്ടിരിക്കാം, അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഷണ്ടൻ വായിച്ചത് ബൈബിളാണ്. അന്നുണ്ടായിരുന്ന പഴയ നിയമം അത് വായിച്ചു കൊണ്ടിരുന്ന ഷണ്ടനെ നമുക്ക് ആ രഥത്തിൽ കാണാൻ പറ്റും. ഇനി ഫിലിപ്പോസിന് നിർദ്ദേശം കൊടുത്തു, രഥത്തിൻ്റെ പുറകെ പോവുക, നടക്കാവുന്ന സ്പീഡേ ഉള്ള നടക്കുക, ഓടേണ്ടി വരികയാണെങ്കിൽ ഓടുക. എന്നിട്ട് ആത്മാവ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഷണ്ടനോട് ചോദിച്ചു, നീ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൻ പറഞ്ഞു, എനിക്കെങ്ങനെ മനസ്സിലാകാൻ? ഇതാരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എനിക്കെങ്ങനെ മനസ്സിലാവും? ഇനി അതുകൊണ്ട് അവസാനം പിന്നെ ആ രഥത്തിൽ ഇവനെ കയറ്റിയിരുത്തി അവൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും അവസാനം അതെത്തുന്നത് ഒരു ജ്ഞാനസ്നാനത്തിലാണ്. ഷണ്ടൻ തന്നെ ചോദിച്ചു, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവും ഇല്ല. വെള്ളം ഉള്ളിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നടത്താം. ഉടനെ ഷണ്ടൻ നോക്കിയാ പോകുന്നത്. അവൻ കണ്ടു ഒരു ജലാശയം. ഉടനെ അവൻ പറഞ്ഞു, ഇവിടെയുണ്ട് വെള്ളം, നിർത്ത്, രഥം നിർത്ത്. അവൻ ഇറങ്ങി സ്നാനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന അത്ഭുതം, ദൈവാത്മാവ് വരുമ്പോൾ, ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അത് കേട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതം വളരെ വലുതാണ്. മാത്രമല്ല അത് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമായി മാറും. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ആ മക്കളെ വളർത്തുക. അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുക. അപ്പം ദൈവം പഠിപ്പിക്കും. കൊടുക്കേണ്ടത് എന്താണ്, കൊടുക്കരുതാത്തത് എന്താണ്, സംസാരിക്കേണ്ടത് എപ്പോഴാണ്, മിണ്ടാതിരിക്കേണ്ടത് എപ്പോഴാണ്, ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, അതിനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ സമയാസമയത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാണാൻ പറ്റും. ഇന്നിപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയുള്ള എത്ര പേരുണ്ടാവും? വ്യക്തിപരമായ പ്രാർത്ഥന, മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന അതിന് സമയമില്ല. ശരിക്കും ദൈവം നമ്മോട് സംസാരിക്കാനും ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി തരാനും ഉപകരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. പല വിശുദ്ധരും അതുപോലെ തന്നെ ആധ്യാത്മികതയിൽ വളർന്നവരുമൊക്കെ പറഞ്ഞൊരു കാര്യം, അതിരാവിലെ ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്നില്ലെങ്കിൽ
പിന്നീട് ഞാൻ ആ ദിവസം ദൈവത്തെ കണ്ടെത്തിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഉണർന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമം നടത്തിയവർ, അവരുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടായി. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് സ്വർഗത്തിൽ പോകാൻ, വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറ്റേണ്ടതാണ് വിശുദ്ധ ബലിയർപ്പണം. ആ ബലിയർപ്പണം അർത്ഥവത്താക്കണം. അർത്ഥവത്താകാൻ ഈ 4 ശാഖകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൊട്ടി ഉയർന്നു വരണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാക്കി മാറ്റുവാനുള്ള ആ ഒരാഗ്രഹത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ അതിനുവേണ്ട ആവശ്യങ്ങൾ ചെയ്യുവാനുള്ള തീരുമാനമെടുത്ത് മുന്നേറുവാൻ ഈ കൃപയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.